കള്ളനോട്ട് സംഘങ്ങൾ സംസ്ഥാനത്ത് വീണ്ടും സജീവമാകുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ കള്ളനോട്ട് വിതരണ സംഘത്തിലെ 4 പേർ പിടിയിലായി. മണ്ണാർക്കാട് സ്വദേശിയായ യുവതി ഉൾപ്പെടുന്ന സംഘമാണ് പിടിയിലായത്. നരിക്കുനിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നൽകിയ 500-ന്റെ നോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. മുഖ്യപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒറിജിനൽ നോട്ടിനൊപ്പം വ്യാജ നോട്ടുകൾ ചേർത്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത്. കൊടുവള്ളി, കത്തറമ്മൽ, വലിയപറമ്പ്, മാട്ടുലായിമ്മൽ മുർഷിദ്, ആവിലോറ, കരണിക്കല്ല് മുഹമ്മദ് ഷഫീഖ്, താമരശ്ശേരി അമ്പയംകുന്നുമ്മൽ മുഹമ്മദ് ഇയാസ്, മണ്ണാർക്കാട് സ്വദേശിനി ഹുസ്ന എന്നിവരെയാണ് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഈ മാസം 20-ന് നരിക്കുനിയിലെ മൊബൈൽ ഷോപ്പിലെത്തിയ ഹുസ്ന 15,000 രൂപ സഹോദരന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. കെ യാസിർ ഹുസൈൻ എന്നയാളുടെ അക്കൗണ്ട് വിവരങ്ങളാണ് നൽകിയത്. 500-ന്റെ 30 നോട്ടുകളാണ് നൽകിയിരുന്നത്. അടുത്ത ദിവസം പണം ഡെപ്പോസിറ്റ് മെഷീനിൽ ഇട്ടപ്പോഴാണ് 14 നോട്ടുകൾ വ്യാജമാണെന്ന് മനസ്സിലായത്. നേരത്തെ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ 7,000 രൂപ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്തു. വ്യാജ നോട്ടുകൾ തിരിച്ചു വാങ്ങാനായി 2 വിദ്യാർത്ഥികളാണ് ശനിയാഴ്ച എത്തിയത്. ഇതോടെ സംശയം തോന്നിയ കടയുടമ മുഹമ്മദ് റയീസ് വിവരം കൊടുവള്ളി പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ ജില്ലകളിൽ കള്ളനോട്ട് വിതരണം ചെയ്യുന്ന സംഘത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. ഇതേ യുവതി അടുത്തിടെ താമരശ്ശേരിയിലെ സ്ഥാപനത്തിലെത്തി ഇത്തരത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്യുകയും ഈ പണം ബാങ്കിലെത്തിച്ചപ്പോൾ കള്ളനോട്ടുകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഈ വിവരം അറിയിച്ചപ്പോൾ അന്നും പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുകയായിരുന്നു. കൂടരഞ്ഞി സ്വദേശി അമൽ സത്യനാണ് സംഘത്തലവനെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാളെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇയാളെ പിടികൂടുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന. ന്യൂസ് 18 താമരശ്ശേരി.